ആഘോഷിക്കുന്നത്. അതെ, ആ പരിശീലന കാലം ഹല്ലേലൂയ അത് അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു യുദ്ധവീരാണിക്ക് ആ യുദ്ധമുറകളെല്ലാം പയറ്റി പഠിച്ചെടുക്കേണ്ട ആവശ്യകത വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തയ്യാറായതിനു ശേഷം മാത്രമേ അവൻ യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ അതിന്റെ പരിണിത ഫലം? തോൽവിയായിരിക്കും, നാശമായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സ്ഥിരത ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഹല്ലേലൂയ. യഥാർത്ഥമായി നിനക്കൊരു വിജയം കൈവരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരു ജയം നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. തന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ പത്രോസ് ഹല്ലേലൂയ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം പേർ വിശ്വാസ സ്നാനമേൽക്കുവാൻ തയ്യാറായതായിട്ട് നമുക്ക്